പ്രാർത്ഥനയിൽ സ്ഥിരത വെളിപ്പെട്ടാൽ വിജയം ഉറപ്പാണ്. പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരുന്നാൽ വിജയം ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ മുന്നേറുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ദൈവ വിഷയത്തിൽ സ്ഥിരത കാണിച്ചാൽ അവിടെ ദൈവാധിപത്യം ഉണ്ടാകും. ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെട്ടു വരും. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു തൻ്റെ ശിഷ്യർക്കൊരു ഉപമ പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു വിധവ തൻ്റെ കാര്യം വ്യവഹാരം നടത്തി തരുവാൻ ആ പട്ടണത്തിലെ ഒരു ന്യായാധിപന്റെ അടുക്കൽ ചെല്ലുകയാണ്. ദൈവത്തെ ഭയമില്ലാത്ത, മനുഷ്യന് ശങ്കയില്ലാത്ത ഒരു മനുഷ്യന്റെ അടുക്കൽ തൻ്റെ വിഷയത്തിന്മേൽ ഇടപെടുവാൻ ഈ മനുഷ്യനല്ലാതെ വേറൊരാളില്ല എന്നറിഞ്ഞിട്ട് അവൾ തുടർമാനമായി ആ മനുഷ്യന്റെ അടുക്കൽ വന്ന് യാചിക്കുകയാണ്. സ്ഥിരതയോടെ തുടർമാനമായി അത് ചെയ്തപ്പോൾ അവൾ അസഹ്യപ്പെടുത്തുന്നത് കണ്ട് ആ മനുഷ്യൻ അവൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുകയാണ്. ദൈവം പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരുന്നാൽ, സ്ഥിരത വെളിപ്പെട്ടാൽ വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. ദാനിയേൽ പ്രവാസത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥനയാണ് തന്നെ ഉയർത്തിയത്. എല്ലാവരും പ്രവാസത്തിലാണ്, എല്ലാവരും കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടതകളുടെ നടുവിൽ വിശുദ്ധിക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ വില കൊടുത്തു നിന്ന ഭക്തൻ ആ പ്രവാസകാലത്ത് വിടുവിക്കപ്പെടുകയാണ്, ഉയർച്ച പ്രാപിക്കുകയാണ്. അന്യദേശത്ത് പ്രധാന ദേശാധിപതിയായി അധികാരമേൽക്കുകയാണ്. പ്രാർത്ഥനയാണ് തന്നെ ഉയർത്തിയത്. എന്നാൽ തനിക്ക് ഉയർച്ച വരുന്നുണ്ടെങ്കിലും തൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾ ഇപ്പോഴും പ്രവാസത്തിൽ തന്നെയാണ്. അവർക്കൊരു വിടുതൽ വന്നിട്ടില്ല എന്നുള്ളൊരു കാഴ്ച തന്നെ തകർക്കുകയാണ്. അപ്പോഴാണ് പ്രവാസത്തിന് ഒരവസാനം വരുന്നു. 70 വർഷം കൊണ്ട് പ്രവാസം തീരുമെന്നുള്ള ഒരു പ്രവചന ശബ്ദം യിരെമ്യാ പ്രവാചകനിലൂടെ തനിക്ക് ലഭിക്കുന്നത്. താൻ ആ കത്തെടുത്ത് വായിച്ചപ്പോൾ അതിലിങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്: നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. നിങ്ങൾ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും. അങ്ങനെ നിങ്ങളുടെ പ്രവാസം തീരും എന്നെഴുതിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 21 ദിവസക്കാലം തുടർമാനമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ മറുപടി 1-ാമത്തെ ദിവസം തന്നെ സ്വർഗത്തിൽ നിറങ്ങി വരികയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വരും. അത് വന്നുകൊണ്ടിരിക്കുന്നു, അത് വരുന്നു എന്നത് സത്യമാണ്. ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ 1-ാമത്തെ ദിവസം തന്നെ മറുപടി ഇറങ്ങി വരികയാണ്. പക്ഷെ തൻ്റെ കരങ്ങളിലേക്ക് അത് എത്തുന്നതിന് മുൻപ് ഒരു യുദ്ധം നടക്കുന്നു. ആകാശമണ്ഡലത്തിൽ ഒരു യുദ്ധം. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന ദാനിയേലിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് യുദ്ധം നടക്കുമ്പോൾ മറുഭാഗത്ത് പ്രാർത്ഥന തുടരുകയാണ്. പ്രാർത്ഥന തുടർന്നാൽ, പ്രാർത്ഥനയിൽ സ്ഥിരത വെളിപ്പെട്ടാൽ വിജയം ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, 21-ാമത്തെ പകൽ മറുപടി തൻ്റെ മുറിയിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സ്ഥിരതയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം.
ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.